ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലൗഡ്സ് ഓഫ് ജോയ്. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി വ്ളോഗാണ്. ഇന്നലെ ഞാൻ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പതിവ് പോലെ 4:30-ക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. എഴുന്നേറ്റ് വന്നപ്പം 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിക്കാനിരുന്നപ്പോഴത്തേക്ക് 6 മണിയായി. തലേദിവസം തന്നെ ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻ എഴുതി വെക്കാറുണ്ട്. കാര്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത്രയും സമയം പോവും. അതുകൊണ്ട് തന്നെ എന്തുവാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ എഴുതി വെക്കും. അപ്പോൾ ഇന്നത്തെ പ്ലാൻ പ്രകാരം സിവിക്സാണ് ഞാൻ പഠിക്കാനെടുത്തത്. സിവിക്സിലെ കാര്യങ്ങൾ വലുതായിട്ട് അറിയാത്തതുകൊണ്ടും ഓൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ സിലബസ് ഒന്ന് കവർ ചെയ്തതാണ്. അപ്പോൾ അറിയാത്ത വിഷയങ്ങൾ, എനിക്ക് ടഫായിട്ടുള്ള വിഷയങ്ങളാണ് ഞാനിപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിവിക്സിൻ്റെ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും അതുപോലെ ഇ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിരുന്നു പഠിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കറണ്ട് അഫെയർസ് എന്നത്തെയും പോലെ അതിനോടൊപ്പം തന്നെ മലയാളവും ഇംഗ്ലീഷും മാത്സും, പിന്നെ ഉച്ചയ്ക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ SCERTയുടെ ഒരു ചാപ്റ്റർ വായിച്ച് തീർക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ എൻട്രിയുടെ വീഡിയോ ക്ലാസ് നോക്കിയപ്പോൾ ഈ ഗവേണൻസിൻ്റെ തന്നെ 4 ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്യൂറോക്രസിയുടെ ഒരു ക്ലാസ്, അങ്ങനെ മൊത്തം 5 ക്ലാസ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. അത് കണ്ടിട്ട് പിന്നെ അതിൻ്റെ വീഡിയോയുടെ നോട്ട്സും ഒക്കെ എഴുതിയിട്ട് പിന്നെ അതൊക്കെ പഠിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞാൻ അത് കാരണം SCERT ചാപ്റ്റർ ഇന്നത്തെ പ്ലാനിൽ ഉൾപ്പെടുത്തിയില്ല. അത് കഴിഞ്ഞിട്ട് ടൈം കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഇന്നത്തെ സ്റ്റഡി പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ബ്യൂറോക്രസി ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന വീഡിയോ ക്ലാസ് ആയിരുന്നു കണ്ടത്. ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഞാൻ നോട്ട്സും എഴുതി പോകാറുണ്ട്. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞ് നോട്ട്സും ഒക്കെ എഴുതി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ നോട്ട്സ് വായിച്ച് നോക്കും. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വീഡിയോ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ടോപ്പിക്കിൻ്റെ എക്സാം ഉണ്ടാവും. അത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യും. അപ്പം നമുക്ക് ഏകദേശം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടും ഞാൻ ചെയ്ത് നോക്കി, ഇല്ലെങ്കിൽ ആ നോട്ട്സ് ഒന്നുകൂടെ എടുത്ത് വെച്ച് വായിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. രാവിലെ ബ്യൂറോക്രസിയുടെ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞ് നോട്ടൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ മോനെ സ്കൂളിൽ വിടാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മോനെ സ്കൂളിൽ വിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിച്ചണിലെ കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിക്കാനിരുന്ന് കഴിഞ്ഞപ്പം കറണ്ട് അഫെയർസ് ആയിരുന്നു നോക്കിയത്. കറണ്ട് അഫെയർസിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത് എൻട്രിയുടെ ആപ്പിലുണ്ട്, അല്ലെങ്കിൽ അവർ ടെലിഗ്രാം ചാനലിൽ ഇടാറുണ്ട്. ആപ്പിൽ നോക്കിയപ്പോഴത്തേക്കും നോട്ട്സ് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ടെലിഗ്രാം ചാനൽ നോക്കിയപ്പം ഇന്നലത്തെ കറണ്ട് അഫെയർസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നോട്ട്സ് ആദ്യം എഴുതിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് പഠിച്ചിട്ട് അതിൻ്റെ ഒരു എക്സാം അതിൻ്റെ കൂടെ തന്നെയുണ്ട്, അതും അറ്റൻഡ് ചെയ്തായിരുന്നു. സാധാരണ കറണ്ട് അഫെയർസ് എഴുതുന്നത് കൂടാതെ യൂട്യൂബിൽ എൻട്രിയുടെ ലൈവ് ക്ലാസ് ഉണ്ടാവാറുണ്ട് രാവിലെ. ഇന്ന് രാവിലെ ആ ക്ലാസ് ഇല്ലായിരുന്നു. സാധാരണ ദിവസങ്ങളിലെല്ലാം തന്നെ ആ ക്ലാസ് കണ്ടു കഴിയുമ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നോട്ട്സൊക്കെ എഴുതുന്നത്. അങ്ങനെയാണ് ഒരു ഡെയിലി റുട്ടീൻ പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നോട്ട്സൊക്കെ എഴുതി പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആപ്പിൽ നോക്കിയപ്പം അതിലും ഡെയിലി CAയുടെ വീഡിയോ ക്ലാസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2 വീഡിയോ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തായിരുന്നു. കുറച്ച് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തിട്ട് വന്നിട്ടാണ് പിന്നെ പഠിക്കാനിരുന്നത്. പിന്നെ പഠിക്കാനിരുന്നപ്പോൾ ഞാൻ ഈ ഗവേണൻസിൻ്റെ 2 ക്ലാസ് കണ്ടു തീർത്ത് അതിൻ്റെ നോട്ട്സൊക്കെ എഴുതി അതൊക്കെ പഠിച്ചെടുത്തു. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കേണ്ട സമയമായി. അന്ന് ഇരുന്നത് 2 മണിക്ക് കഴിഞ്ഞിട്ടാണ്. 2 മണിക്ക് വൊക്കാബ് സ്പീഡ് ടെലിഗ്രാം ചാനലിൽ PYQ ഇടാറുണ്ട്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് തെറ്റിയ കാര്യങ്ങളും പിന്നെ എനിക്ക് അറിയാത്ത കാര്യങ്ങളും എഴുതി വെക്കുന്ന ഒരു നോട്ട്ബുക്ക് ഉണ്ടെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നോട്ട്ബുക്കിൽ ഞാൻ എനിക്ക് അറിയാത്തയും പിന്നെ എനിക്ക് തെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അതൊക്കെ ഒന്ന് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മോൻ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. അങ്ങനെ അവൻ വന്നു കഴിഞ്ഞ് പിന്നെ അവൻ്റെ പുറകെ ആയിരിക്കും കുറേ സമയം. പിന്നെ വൈകുന്നേരത്തെ ചായ പരിപാടി. പിന്നെ പഠിക്കാനിരുന്നത് സന്ധ്യ സമയമൊക്കെ ആയപ്പോഴത്തേക്കുമാണ്. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് ഞാൻ പഠിക്കാനിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ മോനും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അവനും പഠിക്കുന്ന ടൈം ആ ഒരു ടൈം തന്നെയാണ്, 6 മണി അല്ലെങ്കിൽ 6:30. ആ സമയത്ത് ഞാൻ മാത്സാണ് കൂടുതൽ സമയം വർക്കൗട്ട് ചെയ്യാറ്. കാരണം അതിൻ്റെ കൂടെ തന്നെ മോനും
കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് മാത്സ് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാം. വീഡിയോ ക്ലാസ്സൊക്കെ കാണുന്ന സമയത്താണ് മോനെ പഠിപ്പിക്കാനിരിക്കുന്നതെങ്കിൽ ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവൻ്റെ കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നില്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ മാത്സ് പോലുള്ള സബ്ജക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നും ഈ ഒരു ടൈമാണ് മോനും പഠിക്കാൻ നന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവൻ വന്നിരുന്ന് പഠിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ പഠനവും ഇതിൻ്റെ ഒപ്പം തന്നെ പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ആ സമയം മാനേജ് ചെയ്യുന്നത്. അവിടെ രണ്ടുപേരുടെയും പഠനമൊക്കെ കഴിഞ്ഞ് പിന്നെ ഡിന്നർ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ മോന് ഉറങ്ങാനുള്ള ടൈമൊക്കെ ആയി. അവൻ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും ആ റൂമിൽ തന്നെ ഞാനുണ്ടാവണം എന്ന് അവന് വലിയ നിർബന്ധമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ആ സമയത്ത് ലാമ്പ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. സ്റ്റഡി ലാമ്പിൽ വെട്ടത്തിലിരുന്ന് പഠിക്കും. അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റിട്ട് പഠിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. കുറേ നേരം ഈ സ്റ്റഡി ലാമ്പിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ എന്തോ കണ്ണിന് വല്ലാതെ സ്ട്രെയിൻ പോലെ തോന്നും. അപ്പോൾ മോൻ ഉറങ്ങുന്ന ടൈം വരെ ഞാൻ അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ ലൈറ്റിട്ടിരുന്ന് ഒരു 11-11:30 വരെയൊക്കെ മാക്സിമം ഇരിക്കാറുള്ളൂ. എനിക്ക് ഈ ലേറ്റായിട്ട് ഇരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ താല്പര്യം രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ്. നമുക്ക് ആ ഒരു സമയത്ത് എഴുന്നേൽക്കാനുള്ളൊരു മടി തോന്നുന്നേ ഉള്ളൂ. എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ്. ഒരു രാത്രിയിലൊരു 11:30 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്തോ എനിക്ക് കോൺസെൻട്രേഷനൊക്കെ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ്. എന്തോ കിടക്കണം ഉറങ്ങണം എന്നൊക്കെ തന്നെ തോന്നും. അപ്പം ഞാൻ ഒരുപാട് നേരം ഇരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും ദിവസം എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കൂടി വന്ന ഒരു 12 മണി, അതിനപ്പുറത്തോട്ട് പോകാറില്ല. അല്ലെങ്കിൽ 12:30 മാക്സിമം. സാധാരണ ഉറങ്ങുന്നതിന് മുമ്പേ അന്ന് പഠിച്ച കാര്യങ്ങളുടെ നോട്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കും. അതായത് ഉറങ്ങുന്നതിന് മുമ്പേ ഒരു റിവിഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നതുകൊണ്ട് തന്നെ റിവിഷനൊന്നും നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ആദ്യം ഈ നോട്ട്സ് ഒന്ന് ഓടിച്ച് വായിച്ച് പോകാമെന്ന്. അങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ അടുത്ത ദിവസത്തെ പ്ലാനിങ് ഒക്കെ എല്ലാം ചെയ്തു. എല്ലാം അതൊക്കെ എൻ്റെ പ്ലാനറിനകത്ത് എഴുതി വെച്ചിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ. താങ്ക് യു.